ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? കുറേയല്ലേ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? ക്രിസ്മസ് ആയി. ഡിസംബർ ഉണ്ടല്ലോ, എത്ര പെട്ടെന്നാണ് കടന്നു പോയത്. കഴിഞ്ഞ വർഷം ഡിസംബർ മാസം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പി മന്തായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ. എന്തൊക്കെയോ കാരണങ്ങൾ, പല പല കാരണങ്ങൾ കൊണ്ട് എന്തോ ഒരു വൃത്തികെട്ട മാസമായിരുന്നു ഈ ഒരു ഡിസംബർ. കഴിഞ്ഞ വർഷം ഇതേ സമയം ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ ഞങ്ങൾ ബ്രോഡ്വേ പോയി ക്രിസ്മസ് ട്രീ അത് ഇതൊക്കെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി നല്ല ഹാപ്പി ഒരു മന്തായിരുന്നു ഡിസംബർ കഴിഞ്ഞ വർഷം. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ. പെട്ടെന്നങ്ങ് പോയി. പിന്നെ എല്ലാം ഒരു എന്താ പറയുക, ഒരു നെഗറ്റിവിറ്റി ആയിരുന്നു മൊത്തത്തിൽ എനിക്ക് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ വന്നിട്ടുള്ള എടപ്പള്ളി പള്ളിയിലേക്കാണ് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ഇപ്രാവശ്യം ഈ പള്ളി അലങ്കരിച്ചതൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ വീഡിയോസിൽ കുറേ വീഡിയോസിൽ അവിടെ ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല കിടിലനായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ. പക്ഷെ ഞാൻ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ അന്നാണ് നമ്മൾ എടപ്പള്ളി വന്ന്. ഇതൊരു വ്ളോഗായിട്ട് കൂട്ടാൻ പറ്റില്ല കേട്ടോ, കാരണം ഇതിന് തലയും വാലൊന്നുമില്ല. ഇത് കുറച്ചൊരു കുട്ടി കുട്ടി വീഡിയോസ് അവിടെ ഇവിടെ നിന്ന് എടുത്തതാണ്. കാരണം പെട്ടെന്ന് നമ്മൾ ഇരുന്നിരിപ്പിൽ പോയി നോക്കാം. നമുക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എറണാകുളത്ത് തന്നെ കുറച്ച് ഉള്ളിലായതുകൊണ്ട് തന്നെ എനിക്കറിയാൻ വയ്യ. ഈ വയസ്സൊന്നും കരോള് വന്നിട്ടില്ല കേട്ടോ. എനിക്കറിയാൻ വയ്യ. നമ്മുടെ നാട്ടിലൊക്കെ തലേ ദിവസം തന്നെ കരോള് 2-3 സെറ്റൊക്കെ വരും. പക്ഷേ ഇവിടെ പുറത്തു കൂടെ മെയിൻ റോഡിൽ കൂടെ പോകുന്നുണ്ട് തോന്നുന്നു. പക്ഷേ ഇങ്ങോട്ടൊന്നും കയറിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പക്ഷേ ഇത്തവണ അങ്ങനെ ഞാൻ ചെറുതായി ഇങ്ങനെ കൊട്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം, പള്ളിക്കൊക്കെ ഒന്ന് പോയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ടാവും കേട്ടോ വന്നപ്പോൾ. നല്ല ബ്ലോക്കായിരുന്നു. നമ്മളിവിടെ നിന്ന് പത്തടിപ്പാലത്ത് നിന്ന് കടന്നതും എൻ്റെ അമ്മയെ ഭയങ്കര ബ്ലോക്ക് പറഞ്ഞ അരിച്ചരിച്ചരിച്ചരിച്ചാണ് പോയത്. ആ ഫ്ലൈ ഓവർ അങ്ങ് എടപ്പള്ളി ഫ്ലൈ ഓവർ അങ്ങ് കയറിയപ്പോൾ ഉണ്ടല്ലോ, ഫുള്ള് അടുക്കി വെച്ച കണക്കായിരുന്നു വണ്ടികളുണ്ടായിരുന്നത്. ഒരു വിധത്തിൽ ഇഴഞ്ഞാണ് കേട്ടോ നമ്മൾ പള്ളിയിലെത്തിയത്. ഇവിടെ വന്നപ്പോൾ പാർക്ക് ചെയ്യാനും ഭയങ്കര പാട്, കാരണം അത്രയും ക്രൗഡായിരുന്നു. അപ്പോൾ നമ്മൾ എന്തോ ഒരു ഭാഗ്യത്തിന് കുറച്ച് മാറി റോഡ് സൈഡ് ചെറിയൊരു സ്പേസ് കിട്ടിയപ്പോൾ നമ്മൾ അവിടെ ഒരു കടയുടെ അവിടെ വെച്ചു കേട്ടോ. അങ്ങനെ പള്ളിയിൽ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ കുറേ റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ കാണാൻ എന്താ പറയുക, ഫുള്ള് ലൈറ്റൊക്കെ വെച്ച്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തത് ആ ഒരു സ്റ്റാറിന് വേണ്ടിയിട്ടാട്ടോ. ആ സെൻറ്ററിലുള്ള ക്രിസ്മസ് അപ്പൂപ്പനും വിത്ത് സ്റ്റാർ. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചുറ്റും ഇങ്ങനെ എനിക്കൊരു കല്യാണം ഫീൽ തോന്നി. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഫുൾ ബൾബ് ഇട്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് കേട്ടോ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് കണ്ട ഒരു സംഭവം. നല്ല രസമില്ലേ കാണാൻ. എല്ലാവരും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഒരൊറ്റ ആൾ പോലും ഇത് നേരാവണ്ണം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരുടെ കയ്യിലും ക്യാമറ, ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക, ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പരിപാടി. പുറത്ത് നല്ല തണുപ്പുണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ അതിനനുസരിച്ച് ഒരു ഡ്രസ്സൊക്കെ വെച്ചിട്ടാട്ടോ പോയത്. പക്ഷേ വലിയ തണുപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അല്ലെങ്കിൽ നല്ല മഞ്ഞല്ലേ ഈ സമയത്ത് ഉണ്ടാവുക. പക്ഷേ എന്താണെന്ന് അറിയില്ല, ഇന്നലെ മഞ്ഞൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഇനി അതോ ഈ ഒരു ആംബിയൻസിൽ ഞാൻ അത് വിട്ടു പോയതാണോ എനിക്കറിയാൻ വയ്യ. പക്ഷേ എനിക്ക് ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നില്ല. ഇല്ലെങ്കിൽ എനിക്ക് തൊണ്ടവേദന അങ്ങനത്തെ അല്ലറ ചില്ലറ അസുഖങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷേ ഇത്തവണ ഒന്നും വന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ടും. മൊത്തത്തിൽ ഉള്ള സെറ്റപ്പ് എല്ലാം. ഈ ഒരു ഡിസംബർ മാസം ആകുമ്പോൾ നമ്മൾ റോഡ് സൈഡൊക്കെ പോകുന്ന സമയത്ത് ഫുൾ കളർഫുള്ളായിരിക്കും അല്ലേ. ഫുൾ എന്താ പറയുക, ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ സ്റ്റാർസും എല്ലാ പള്ളിയും ഈവൻ ഹോസ്പിറ്റലുകൾ പോലും നല്ല അടിപൊളിയായിട്ട് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടാട്ടോ ഉണ്ടാവുക. അത് പറഞ്ഞപ്പോഴാണ് അമലയിൽ പോയ സമയത്ത് ആ ഒരു ഹോസ്പിറ്റലിലും നിറയെ കണ്ടു കഴിഞ്ഞാൽ ഹോസ്പിറ്റലാന്ന് പറയില്ല, അമ്മാതിരി സെറ്റപ്പാണ് കേട്ടോ. ഇതിൽ സെറ്റപ്പ് എനിക്ക് അവിടെ ഫീൽ ചെയ്ത്. ഈ സ്നോമാൻ, ഫുള്ള് ലൈറ്റ്, മറ്റേ ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, സാന്റാക്ലോസിൻ്റെ സ്റ്റിക്ക്, അങ്ങനത്തെ കുറേ എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താ ഇവിടെ കണ്ടോ കുറേ പുൽക്കൂട് കാര്യങ്ങൾ. ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ പൊന്തിച്ച് വെച്ചിട്ടാണ് ക്ലിപ്സ് എടുത്തത്. പക്ഷേ ആ സമയത്ത് അത് ഓണായില്ലെന്ന് തോന്നുന്നു. അത് ഫസ്റ്റത്തെ പുൽക്കൂടിൻ്റെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ എല്ലാം എടുത്തതായിരുന്നു, പക്ഷേ റെക്കോർഡായിട്ടില്ലായിരുന്നു. ഒരു 10-20 പുൽക്കൂടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഒരു കോമ്പറ്റീഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം എടുത്ത് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ എന്തോ അത് ഓണായില്ലെന്ന് തോന്നുന്നുണ്ട്, കിട്ടിയിട്ടില്ല എനിക്ക് ആ വീഡിയോ. പിന്നെ എനിക്ക് ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, മൊത്തത്തിൽ ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളെന്തായാലും മേലെ
മേലെന്തൊക്കെയോ കുർബാന കാര്യം എനിക്കറിയാൻ വയ്യ, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം അറിയാത്ത കാര്യം. അവിടെ എന്തോ പ്രെയറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പള്ളിയുടെ അവിടേക്കൊക്കെ പോയി. അവിടെ നിന്ന് ഒരുപാട് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ ഞാൻ കയറിയില്ല കേട്ടോ, കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ പുറത്ത് നിന്ന് കണ്ടു. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 12:30 വരെ നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചു ഈ വല്ല വെടിക്കെട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. എന്തായാലും 12:30 വരെ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഇറക്കത്തിലൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. തിരിച്ചു വരുന്ന സമയത്തും നല്ല അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പള്ളി കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് പോരാം, അതുവരെ ഒരു ബ്ലോക്ക് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലുലുവിൻ്റെ അവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ട്. ആ ലുലുവും കടന്നു കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് നമുക്ക് പോരായിരുന്നു കേട്ടോ. ഇത്തവണ ക്രിസ്മസ് ആയിട്ട് ലുലു പോലും ഞാൻ കണ്ടിട്ടില്ല. ആ തുടക്കത്തിൽ ഡിസംബർ 1 ആ ഒരു വീക്ക് ഞാൻ പോയ സമയത്ത് ജസ്റ്റ് ആ ഒരു അവർ എല്ലാം സെറ്റ് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് ശേഷം ഞാൻ ലുലുക്ക് പോലും പോയിട്ടില്ല കേട്ടോ. അപ്പം അതെന്തായാലും മിസ് ചെയ്തു ഞാൻ ഇപ്രാവശ്യത്തെ ലുലു മാളിൻ്റെ. പക്ഷെ പുറമെന്ന് ഞാൻ കണ്ടിരുന്നായിരുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പുറമേ കാണാൻ തന്നെ. അങ്ങനെ കാത്തിരുന്നതാ ക്രിസ്മസും കഴിഞ്ഞു കേട്ടോ. എത്ര പെട്ടെന്നല്ലേ ഒരു വർഷം അങ്ങ് തീർന്നത്. ഡിസംബർക്ക് കടക്കേണ്ട താമസം, ഡിസംബർ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അങ്ങ് കഴിയും. പിന്നെ അത് ന്യൂ ഇയർ ആയി, 2026 എനിക്കറിയാൻ വയ്യ എത്ര പെട്ടെന്ന് വർഷങ്ങളൊക്കെ പോകുന്നത്. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ വർഷം എന്താണോ ചിന്തിച്ചത് അത് തന്നെ ഈ വർഷം വിചാരിക്കും. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. പിന്നെയും വീണ്ടും അതന്നെ ചിന്തിക്കും. എന്തോ ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. എന്തായാലും ന്യൂ ഇയർ ആയി തുടങ്ങി, പുതിയ വർഷം. എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എങ്ങനെയാണോ പോയിരുന്ന് അതിലും ബെറ്ററായിട്ട് മുന്നോട്ട് പോയാൽ മതി, അത്രേ ഉള്ളൂ നമുക്കുള്ള ആഗ്രഹം. പള്ളി കടന്ന് കിട്ടുന്ന ആ ഒരു തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഒരു റോഡിലൊന്നും ആരുമില്ല ഇങ്ങോട്ട് വരുന്ന സൈഡിൽ. എല്ലാം അങ്ങോട്ട് വീണ്ടും പള്ളിയിലോട്ട് പോകുന്ന ആ ഒരു സൈഡിലാട്ടോ ബ്ലോക്ക് ഉള്ളത്. അപ്പോൾ ലുലു ഇതാ നല്ല കിടിലനായിട്ട് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ലുലുവിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറച്ച് ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സുഖമായിട്ട് പോകാൻ പറ്റി. എനിക്കിങ്ങനെ നൈറ്റ് വണ്ടിയൊക്കെ എടുത്ത് കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അത്ര സുഖം ഉണ്ടാവില്ലല്ലോ, കാരണം ബ്ലോക്ക്, നൈറ്റ്, എല്ലാ പ്രശ്നങ്ങളാണല്ലോ. പക്ഷെ നമ്മൾ പ്രൊഫഷണൽ പാസഞ്ചേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ബാക്കിലിരുന്ന് ഇങ്ങനെ സുഖമായിട്ടിരുന്ന് പോവാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൈറ്റ് ഇങ്ങനെ കറങ്ങി നടക്കാൻ. എത്ര വേണമെങ്കിലും ഞാൻ പോവും, എനിക്കിഷ്ടമാണ്. അപ്പോൾ എന്നും ഹർമൻ മോട്ടോഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കട്ടെ. എനിക്കറിയാൻ വയ്യ, എന്തോ ഹർമൻ മോട്ടോഴ്സ് ഒരു വികാരമാണ് അത്. പക്ഷെ നല്ല ഒരു കിടിലിനൊരു കിളിപ്പച്ച BMW ഉണ്ടായിരുന്നു കേട്ടോ. ആ BMW ആരോ കൊണ്ടുപോയി ഗൈസ്. ഞാൻ കണ്ടായിരുന്നു അത് കൊണ്ടുപോകുന്നത്. അപ്പം ഹർമൻ മോട്ടോഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ക്യാമറ ഉണ്ടെങ്കിൽ ഒന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ പിന്നെ റൂമിലെത്തി കിടന്നുറങ്ങി, അത്രയേ ഉള്ളൂ. പിന്നെ വിട്ടുപോയി ചെറിയൊരു വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ കുഞ്ഞു ക്രിസ്മസ് ട്രീ ഇപ്രാവശ്യം എടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടാൻ വിചാരിച്ചതായിരുന്നു. പക്ഷെ അതിനും തലയും മാലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാതെ വെച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഹായ് ഗൈസ്, എന്തെങ്കിലും എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ നൈറ്റാണ് കേട്ടോ. അപ്പോൾ എടുക്കാനുള്ള കാരണം നമ്മൾ ക്രിസ്മസ് ആയല്ലോ, ഡിസംബർ എത്തി, ക്രിസ്മസ് ആയി. അപ്പോൾ ഈ ഒരു ഹോള്, ഇതൊരു ചെറിയൊരു ഹോളാണ്. അപ്പോൾ ഈ ഒരു ഹോള് നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ട്രോളിയിൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്തു വെച്ചതാണ്. അപ്പോൾ നമുക്ക് പൊടി തട്ടി എടുത്ത് ഇപ്രാവശ്യം അതന്നെ സെറ്റ് ചെയ്യാം. കാരണം വേറൊന്നും വാങ്ങേണ്ട ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. ചെറിയൊരു ക്രിസ്മസ് ട്രീ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അത് സെറ്റ് ചെയ്യാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മൾ നിറയെ ഇവിടെ ഈ ചുമര് മൊത്തം നമ്മൾ ലൈറ്റ് ഇട്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം അതൊന്നും ചെയ്യുന്നില്ല. കാരണം വെറുതെ ഇവിടെ നമ്മൾ എന്തായാലും ഫ്രണ്ടിൽ താമസിക്കുന്നവരാണ്. അപ്പം ഇവിടെ നിറയെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വൃത്തികേടാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ആ ട്രോളി ഞാൻ എടുത്തു കൊണ്ടുവരാം.
എത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ക്രിസ്മസ് ട്രീയും ലൈറ്റ്സും സ്റ്റാറും ഒരു സ്റ്റാറൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാം. സോ നമ്മൾ എന്താ നമ്മുടെ പെട്ടി ഓപ്പൺ ചെയ്ത് എടുക്കാം. ഇതിന്റെ മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് നമ്മുടെ സ്റ്റാറ്. പിന്നെ ഈ ട്രോളി നിറയെ നമ്മളെ കണ്ടാമുണ്ടി സാധനങ്ങളാണ്. അതായത് ബാഗ്, ബ്ലാങ്കറ്റ്, അങ്ങനെ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിരിക്കും കേട്ടോ. കാരണം ഓൾറെഡി ഇവിടെ സ്ഥലം കുറവാണ്, നമ്മളെ സാധനങ്ങൾ വയ്ക്കാൻ തന്നെ സ്ഥലമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാം, അല്ല എടുക്കാം. എന്തൊക്കെ ഞാൻ പറയുന്നത്, എടുക്കാന്നല്ല, ഇതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ സാധനങ്ങളാണ് ഉള്ളത്. എന്തായാലും നമ്മുടെ സാധനം കിട്ടിയെന്ന് തോന്നുന്നു. നോക്കട്ടെ. നമ്മുടെ സ്റ്റാറ്, ക്രിസ്മസ് ട്രീ ഉണ്ട്, അതിൻ്റെ മറ്റേ ഗിഫ്റ്റ് ബോക്സ് ലൈറ്റ് കാണാം. ഇപ്പം നമ്മുടെ സാധനം കിട്ടി. ഇനി അമ്മി എൻ്റെ പെട്ടി നാശമാകുമെന്ന് എനിക്ക് ഡൗട്ട്. കാരണം ഇങ്ങനെ ഞാനിങ്ങനെ റാക്കി കേക്ക് വെച്ചതുകൊണ്ടേ എന്നാണാവോ ഈ പെട്ടിയൊക്കെ എടുത്തൊരു ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോവാളയോ. ഉണ്ടാവുമായിരിക്കും. അമ്മ ഇതറിയുന്നില്ലല്ലോ, മഞ്ചായിട്ട് കിട്ടിയ. നമുക്ക് ഇനി ഇത് എടുത്തോടെ തന്നെ കൊണ്ടുവയ്ക്കാം കേട്ടോ. ഇല്ല ഞാൻ മണ്ടി പിടിച്ചിട്ട് വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്നെ കാണാനില്ലല്ലേ. ഇനി ഈ പെട്ടി ഞാനൊന്ന് കൊണ്ടുവയ്ക്കട്ടെ കേട്ടോ. സോ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു സ്റ്റാറ്, ചെറിയ അല്പ സാധനങ്ങളാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് മീറ്റർ സ്ക്വയർ ആട്ടോ, അതായത് ബ്രോഡ്വേന്ന് വാങ്ങിയതാണ്. ഇപ്രാവശ്യം ഇനി എന്തായാലും പോകുന്നില്ല, കാരണം ഇതിന് വേണ്ടിയിട്ട് പോയ എന്തെങ്കിലുമൊക്കെ പാവും, പൈസ ചിലവാണ്. അപ്പം നമ്മൾ പോവാതിരിക്കണം ബെറ്റർ ഓപ്ഷൻ. പിന്നെ അതിൻ്റെ 3 കാല്, പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ഈ സംഭവം. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ലൈറ്റ് കേട്ടോ. ഈ ഒരു ലൈറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇത് പലതരമുള്ള ലൈറ്റ്, പക്ഷെ എനിക്കിഷ്ടം മറ്റേ ഒറ്റ ഒരു ലൈറ്റ് ഉണ്ട്. അത് തപ്പണം, ഇനി ഞാൻ അതും കൂടെ തപ്പിയെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഈ ക്രിസ്മസ് ട്രീ ഒന്ന് സെറ്റ് ചെയ്യാം. യെസ്, ഇതൊന്നും എങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു, മറച്ചു കുത്തി. അത് ഞാൻ എന്തായാലും മറച്ചു കുത്തി. അയ്യോ, തൂരാനും പറ്റുന്നില്ലല്ലോ ദൈവമേ. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ കാല് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ വിടർത്തി കൊടുക്കാം. കുറേ ഹാക്കൊക്കെ DIY ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ, അങ്ങനെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതും ഒക്കെ. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്ന
ഒരു ഭംഗിയിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ട്രീ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് വെക്കാൻ തോന്നുന്നു. നമുക്ക് സ്ഥലം സെറ്റ് ചെയ്തിട്ട് അവിടെ വയ്ക്കാം. ഞാൻ അപ്പോഴേക്കും ഈ ബൾബും കൂടെ ഒന്ന് തപ്പട്ടെ കേട്ടോ. അധികം തപ്പേണ്ടി വന്നില്ല. നമ്മുടെ ബൾബ് ഈ കുഞ്ഞ് ഒറ്റ കളറുള്ള മിന്ന ബൾബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഈ ഇരിക്കുന്നത് നമ്മളുടെ ബെഡാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഈ ഒരു മൂലയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മളുടെ ബൾബ്, ഇത് നമ്മളുടെ ബെഡാണ് കേട്ടോ. എക്സ്ട്രാ ഒരു ബെഡ് ഇപ്പോൾ അച്ഛനമ്മയൊക്കെ വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി വെച്ചതാണ്. 100 രൂപയുള്ള കേട്ടോ. സ്പോഞ്ചാണത്, സ്പോഞ്ച്. ഇത് കെട്ടി വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കഴിക്കട്ടെ. ഇനി ഇതിൻ്റെ തലപ്പ് സെല്ലാത്താപ്പിൻ്റെ അറ്റം കണ്ടുപിടിക്കുന്ന പോലെ ഇതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ തലപ്പ് കണ്ടുപിടിക്കൽ. എന്തായാലും പ്ലഗിൽ കുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈസിയാണ് ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക. നിറയെ ഗിഫ്റ്റ് ബോക്സ് ആണ് ഇവിടെയൊക്കെ. നമുക്കത് ചുറ്റി കൊടുക്കാം. നമ്മുടെ പിന്നെ ചെറിയൊരു ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. ട്രീ കാണാത്ത രീതിയിൽ മാല പോലെ ചുറ്റാനുള്ള ബൾബുണ്ട്. നമ്മുടെ ചെറിയതായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കയ്യിലെടുത്ത് നമുക്ക് ബൾബ് ചുറ്റാവുന്ന പോലെ അങ്ങനെ അറഞ്ചം പുറഞ്ചം നമ്മൾ ചുറ്റി കൊടുക്കണം. ഷൂട്ടിങ്ങനെയൊക്കെ വേണം. ചൂടെടുക്കണം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുക കാരണം ലൈറ്റുള്ള ഫാൻ ഇടാണ്ടേ ഇരിക്കുന്നത്. ഇത് ചുറ്റാൻ കുറച്ച് പാടാ. കാരണം നമുക്കിത് ആ ഒരു ഗ്രിപ്പിലിടണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൃത്തി ഉണ്ടാവില്ല. ഇത്രയും ബാക്കിയുണ്ട്. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാം? ഈ ഒരു ബൾബ് ഞാൻ എന്ത് ചെയ്യും? കാരണം നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടതാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കിതിട്ട് കാണാനിട്ട് വയ്യട്ടോ. നമ്മൾ ഈ താഴെ ഭാഗം മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മുകളിലും കൂടെ ഫോക്കസ് ചെയ്ത് ചുറ്റി കൊടുക്കാം. അയ്യോ, ഇത് പാടാണ്. വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞാൻ ചുറ്റട്ടെ കേട്ടോ. ലൈറ്റൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. ആ അറഞ്ച മുറഞ്ച ലൈറ്റാണ്. കാരണം നമ്മുടെ ട്രീ ചെറുതാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഗിഫ്റ്റ് സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാം. ഇതന്ന് എത്ര 5 രൂപയ്ക്കോട്ടെ വാങ്ങിയതാണ് കേട്ടോ. ഒരു വലിയ വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ സുഖമാണ്. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് ഗ്ലൂ നമ്മൾ അങ്ങനെയും വെച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു ക്രിസ്മസ് ട്രീ ഇതൊക്കെ വളഞ്ഞിരിക്കുന്നു. ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക്
ഈ ബൾബ് കൂടെ എനിക്ക് വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എവിടെ വെക്കാനാ. നമുക്ക് എന്തായാലും ഇത് ലൈറ്റിട്ട് ഞാൻ കാണിച്ചത് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇട്ടൊക്കെ നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ സെറ്റായി. രസമല്ലേ? കുഞ്ഞിതായാലും ദിവസം കാണാൻ ക്യൂട്ടായിട്ട്. നമുക്ക് ഈ ഒരു ക്യാൻഡിലും കൂടെ വേണം ഇവിടെ കിച്ചണിൽ വെക്കാം. ഇങ്ങനെ തലം പിടിക്കട്ടെ. ഇപ്പൊ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ലൈറ്റ് അടിച്ചിട്ടോ. സെറ്റ് ആയിട്ടുണ്ടല്ലേ? അടിപൊളി അടിപൊളി. അപ്പം ഇതാ നമ്മളുടെ സ്റ്റാറ്, നമ്മളെ ക്രിസ്മസ് ട്രീ.